ഈ ഭാഗ്യം ലഭിക്കാനായിട്ട് ടോയ്ലറ്റ് കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ എത്ര പേര് നെറ്റി ചുളിയാതെ ഇത് കേൾക്കും? ഇന്ന് ലോട്ടറിയുടെയൊക്കെ വിജയം ഒക്കെ ആഘോഷിക്കാനായിട്ടും ആരാണ് ആ ഭാഗ്യവാൻ എന്ന് കണ്ടെത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ പരതിയപ്പോൾ കിട്ടിയതാണ് ജപ്പാൻകാരുടെ 8 ശീലങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ടോയ്ലറ്റ് വൃത്തിയാക്കുക എന്നതാണ്. ഇതെന്ത് ശീലമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇയാൾക്ക് വല്ല ഭ്രാന്തുവാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ജപ്പാനിൽ എല്ലാവരും തങ്ങളുടെ ടോയ്ലറ്റുകൾ നിത്യവും കഴുകുന്ന ഒരു ശീലമുള്ളവരാണ്. അതുതന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ജപ്പാനിലെ പ്രമുഖരായിട്ടുള്ള സംരംഭകർ, വ്യക്തികൾ ഇത്തരത്തിൽ തങ്ങളുടെ ടോയ്ലറ്റുകൾ ദിവസവും കഴുകുന്നവരാണ്. പാനാസോണിക് കമ്പനിയുടെ സ്ഥാപകനായ കൊണോസ്കെ, സംവിധായകനും ഹാസ്യ നടനുമായ തക്കേഷി കിറ്റാനോ, ഹോണ്ടയുടെ സ്ഥാപകനായ സോയിച്ചിറോ ഹോണ്ട തുടങ്ങിയവരെല്ലാം തങ്ങളുടെ ടോയ്ലറ്റുകൾ നിത്യവും വൃത്തിയാക്കുന്നവരാണ്. ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് ജീവിത വിജയത്തിന് വലിയൊരു പങ്കുണ്ടെന്നാണ് അവരവരുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യവും ടോയ്ലറ്റുകൾ വൃത്തിയാക്കണമെന്ന് പറയുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് നോക്കുന്ന വിശകലനം നടത്താം. നമ്പർ 1, ഭാഗ്യം, പ്രത്യേകിച്ച് പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുങ്ഷി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്നവരുടെ ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നുവെന്നും അവ വൃത്തിയാക്കുന്നവരോട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് മനസ്സിനെ എന്തിനോടും യോജിപ്പിക്കാൻ പ്രാപ്തമാക്കുക എന്നതാണ് അവർ കണ്ടെത്തിയ മാർഗം. ടോയ്ലറ്റുകൾ കഴുകുന്നത് തങ്ങളുടെ മനസ്സിനെ വൃത്തിയാക്കുവാനും പരിശുദ്ധമാക്കുവാനും സഹായിക്കുന്നു. അതുവഴി തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യമുണ്ടാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ജപ്പാനിൽ ശൗചാലയത്തിന് വേണ്ടി മാത്രം ഉസുമോ മിയോ എന്നൊരു ദൈവമുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഗൂഗിളിലുണ്ട് കേട്ടോ. ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഈ ദൈവം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഈ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയുടെ തത്വം എന്താ ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളോടും ഉള്ള വിമുക്തി അല്ലെങ്കിൽ നമ്മളുടെ അറപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് മേഖലകളും എവിടെയും പ്രശോഭിക്കുന്നതിന് ഇത്തിരി താന്നു കൊടുക്കാനും ഏത് വഴികളിലൂടെ സഞ്ചരിക്കാനും നമ്മളെ മനസ്സിനെ പ്രാപ്തമാക്കാൻ പറ്റും എന്ന ഒരു തത്വമാണ് ഈ ടോയ്ലറ്റ് സ്വന്തമായിട്ട് അവരവരുടെ ടോയ്ലറ്റുകൾ കഴുകുന്നത് വഴി കിട്ടുന്നു എന്നുള്ള മനസ്സിനെ സ്വയം പ്രാപ്തമാക്കാനുള്ളൊരു മെത്തേഡായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇനി ഈ വിശ്വാസങ്ങൾക്കപ്പുറത്ത് പഠനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ലൈൻ കോർപ്പറേഷൻ നടത്തിയ ഒരു സർവേ ടോയ്ലറ്റുകൾ നിത്യേനെ വൃത്തിയാക്കുന്ന കുടുംബങ്ങളും വൃത്തിയാക്കാത്ത കുടുംബങ്ങളും തമ്മിലുള്ള വാർഷിക വരുമാനത്തിൽ $7,000 വ്യത്യാസമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഇപ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല. സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഏകദേശം 490 പേരും അല്ലെങ്കിൽ 20-39 വയസ്സ് പ്രായമുള്ള ആളുകളിലാണ് ഈ സർവേ ഒക്കെ നടത്തിയിട്ടുള്ളത്. അതൊരു വിചിത്രമായിട്ട് ഉള്ള ഒരു റിസൾട്ടാണ്. പക്ഷേ അതിൽ കാര്യവുമുണ്ടെന്ന് പറയുന്നത്. പഠനങ്ങൾ ഇത് മാത്രമല്ല തെളിയിക്കുന്നത്. ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന ആളുകൾ മറ്റുള്ളവരുമായി ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ കൂടിയാണെന്ന് പറയുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ സൗഹൃദങ്ങളുടെ കൂട്ടായ്മകളുണ്ടാവും. നിങ്ങൾ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ വിനയമുള്ള വ്യക്തിയായി മാറുന്നു എന്നതാണ് ജാപ്പനീസ് വിശ്വാസം. ഈ യെല്ലോ ഹാറ്റ് സ്ഥാപകനായിട്ടുള്ള ഷുസാബുഗോ കഗീമിയ ഏറ്റവും കൂടുതൽ ശൗചാലയങ്ങൾ കഴുകിയിട്ടുള്ള വ്യക്തിയാണ്. തൻ്റെ 28ാമത്തെ വയസ്സിൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് കമ്പനിയിലെ എല്ലാ ടോയ്ലറ്റുകളും വൃത്തിയാക്കിയിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ്. പിന്നീടുള്ള 53 വർഷത്തിലും അദ്ദേഹം തന്നെയാണ് ഈ ശൗചാലയങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ശരിക്കും ശൗചാലയത്തിന് ദൈവമായിട്ട് കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? ആയിരക്കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദിവസവും ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന ആളുകൾ വിനയമുള്ള ആളുകളും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ നിങ്ങളെ അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ വിനയമുള്ള ഏവർക്കും സ്വീകാര്യമായ ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. ടോയ്ലറ്റ് വൃത്തിയാക്കണം എന്ന് പറയുന്നതിൻ്റെ 3ാമത്തെ കാരണം നിങ്ങളുടെ റൂം വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങളെ അത് പ്രേരിപ്പിക്കുന്നു എന്നതാണ്. ദിവസവും ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തനിക്ക് ചുറ്റുമുള്ള എല്ലാ അഴുക്കുകളും കണ്ടെത്താൻ സാധിക്കും. അവ കൃത്യമായി തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. അതായത് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിലൂടെ നിങ്ങളുടെ വീടും പരിസരവും റൂമും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നും എന്ന് ചുരുക്കം.
ഇത് പരിശീലിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ടങ്ങ് തോന്നുമെങ്കിലും ദിവസവും നിങ്ങളുടെ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ ആരംഭിച്ചാൽ ഓരോ ദിവസവും ഉന്മേഷത്തോടെ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കേൾക്കുമ്പോൾ കൗതുകമാണ്, പക്ഷേ പ്രാവർത്തികമാക്കുന്ന ജപ്പാൻകാർ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ചിന്തകൾ പതിയെ മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കേൾക്കുമ്പോൾ തമാശയായി തോന്നുന്ന ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ ഭാഗ്യങ്ങൾ തേടി മറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഭാഗ്യം നേടാമെന്ന് കരുതുന്നതിനേക്കാട്ടിലേക്ക് എത്രയോ നല്ലതാണ് നമ്മൾ ടോയ്ലറ്റ് കഴുകിക്കൊണ്ട് എന്തിനും ഏതിനുമുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ 8 കാര്യങ്ങളാണ് പറയാൻ വന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.